ഞാൻ ബേബിച്ചൻ. എൻ്റെ വീട് കോട്ടയം പാമ്പാടി. സൈന്ധവമൊഴി എന്ന പേരിൽ ഒരു ചെറിയ സംരംഭകരാണ്. പുസ്തകങ്ങൾ ഇവിടെ പണ്ടത്തെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ തേടി ചെല്ലുകയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ജനങ്ങളെ തേടി പുസ്തകങ്ങൾ അങ്ങോട്ടേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുസ്തകങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ചെറിയ ഒരു ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത്. 18 വർഷമായിട്ട് പുസ്തക ഫീൽഡിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സുമാണത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ പുസ്തകം എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഒരുപാട് കളക്ഷൻസ്, പ്രത്യേകിച്ച് ദളിത് കളക്ഷൻസ്, അംബേദ്കറിൻ്റെ ജീവചരിത്രം പോലെയുള്ള, അയ്യങ്കാളിയുടെ ജീവചരിത്രം പോലെയുള്ള, അതുപോലെ ഒരുപാട്, പിന്നെ പൊതു ബുക്കുകളും ജനറൽ ബുക്കുകളുമായിട്ടുള്ള 19-ാം നൂറ്റാണ്ടിലെ കേരളം പോലെയുള്ള പുസ്തകങ്ങളും, അതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കളക്ഷനൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളൊക്കെ നമ്മളോട് സഹകരിക്കണം. തീർച്ചയായിട്ടും ഈ പുസ്തക സംരംഭത്തെ വിജയിക്കണം. പുസ്തകത്തിലൂടെ നമ്മുടെ മോചനത്തിലേക്ക് കുറുക്കു വഴികളില്ല. നമുക്ക് സ്ട്രീറ്റായിട്ടുള്ള വഴി മാത്രമേ ഉള്ളൂ എന്ന് ദയവായി നിങ്ങൾ തിരിച്ചറിയണം. എല്ലാവരും മോചനത്തിലേക്കുള്ള കുറുക്കു വഴികൾ തേടി അലയുന്നവരാണ്. ഒരിക്കലും അതുണ്ടാവില്ല. നമുക്ക് മോചനത്തിലേക്ക് സ്ട്രീറ്റായിട്ടുള്ള വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോചനം നടക്കണമെങ്കിൽ പുസ്തകം വായിക്കണം, ചരിത്രം പഠിക്കണം. ചരിത്രം അറിയാത്ത ഒരാൾക്ക് ചരിത്രം രചിക്കാൻ പറ്റില്ല. ചരിത്രം അറിയുന്നവന് മാത്രമേ ചരിത്രം രചിക്കാനാവൂ. അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. നമ്മുടെ പുസ്തകമാണ്, അക്ഷരമാണ്. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നാണ്. അതായത് അക്ഷരം എന്ന് വെച്ചാൽ നശിക്കുന്നത് എന്നാണ്. അക്ഷരം എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ്. അപ്പോൾ അക്ഷരം എന്നത് ഒരിക്കലും മരിക്കില്ല. ഒരു പുസ്തകം നിങ്ങളാണെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ അത് നിങ്ങൾക്ക് ശേഷം തലമുറകളിലൂടെ ആ ബുക്കുകൾ സഞ്ചരിച്ചേക്കാം. പക്ഷേ നിങ്ങൾ കാലത്തിൻ്റെ യവനികയിൽ മറയുമ്പോഴും പുസ്തകം തലമുറകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതാണ് അക്ഷരം. അക്ഷരത്തിൻ്റെ ശക്തി വളരെ അപാരമാണ്. ദയവായി നിങ്ങൾ പുസ്തകത്തെ സ്നേഹിക്കാനും വായിക്കാനും ശീലിക്കുക എന്ന ഒരു സന്ദേശം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടണം. പുസ്തകങ്ങൾ നിങ്ങളിൽ എത്തിച്ചു തരാൻ ഞാൻ റെഡിയാണ് എപ്പോഴും. ഓക്കെ. നേരിട്ട് വരാനുള്ള സ്ഥലം കോട്ടയം പാമ്പാടി പങ്ങട. അതാണ് പങ്ങട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. താങ്ക് യു. മനസ്സിലാ പൊട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അത് പിന്നീട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. തീർച്ചയായും അതൊരു വലിയ കാര്യമാണ്. പുസ്തകം നമുക്ക് സമ്പത്ത് തന്നില്ല, പക്ഷേ കുറേ സൗഹൃദങ്ങൾ. അല്ല, പുസ്തകം നമുക്ക് സമ്പത്ത് തന്നില്ല, കൂടുതൽ സൗഹൃദമാണ്. ഏതെല്ലാം രീതിയിലുള്ള കളക്ഷൻസാണ് കൂടുതൽ ഇരിക്കുന്നത്? നമ്മുടെ ചരിത്രങ്ങളാണ് കൂടുതൽ. അതിൽ പ്രധാനപ്പെട്ട സംഘകാല കൃതികൾ എന്ന് പറയുമ്പോൾ അതുകൂടെ പറഞ്ഞേക്കാം. അകനാനൂറ്, പുറനാനൂറ്, സംഘകാല കൃതികൾ, മണിപ്രവാളം, മണിമേഖല, ചിലപ്പതികാരം, പതിറ്റിപ്പത്ത്, പത്തുപാട്ട്, തോൽക്കാപ്പിയും, തിരുക്കുറൽ, അകന്തൊക, കുറുന്തൊക, ഉണ്ണി നീലിചരിതം, ഉണ്ണി അച്ചി നീലിചരിതം, ആണ്ടാൾപ്പാടി തിരുപ്പാവൈ. സംഘകാല കൃതികൾ എന്ന് പറഞ്ഞാൽ ചേര ചോള പാണ്ഡ്യന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. അത് ഇവിടുത്തെ പൊതു സമൂഹം ചർച്ച ചെയ്യപ്പെടാത്തൊരു സബ്ജക്റ്റാണ്. അത് പ്രത്യേകിച്ച് ഇവിടുത്തെ മറ്റ് പൊതു ചാനലുകളെന്ന് നമുക്ക് പറയാം. ജാതി തിരിച്ച് പറയുന്നില്ല. പൊതു ചാനലുകളിൽ ആരും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാത്തത് കാലഹരണപ്പെട്ട് ഇല്ലാതാക്കാനുള്ളൊരു തന്ത്രമാണ്. പക്ഷേ പുസ്തകം കള്ളം പറയില്ല. കാരണം ഇനിയും കോടിക്കണക്കിന് പുസ്തകങ്ങൾ തമിഴ്, മൂലഭാഷ ചെന്തമിഴ്, ഈ സംഘകാല കൃതികൾ, അത് മുഴുവൻ ഇനി വരാൻ കിടപ്പുണ്ട്.